മഴക്കാലം മോഷ്ടാക്കൾക്ക് ഉത്സവകാലമാണ്. സന്ധ്യയാകും മുൻപ് നേരെ ഇരുട്ടും. പലയിടത്തും വൈദ്യുതി തടസ്സപ്പെടാം. കനത്ത മഴയിൽ നാട്ടിൽ എന്ത് സംഭവിച്ചാലും പുറം ലോകം അറിയില്ല. ഇത് തിരിച്ചറിഞ്ഞ് കള്ളന്മാർ തക്കം പാർത്തിരിക്കും. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും മാത്രമല്ല, വഴിയാത്രക്കാരെ പോലും അവർ ലക്ഷ്യമിടാം. കോരിച്ചൊരിയുന്ന മഴയിൽ ബൈക്കിലെത്തി കാൽനടയാത്രക്കാരുടെ മാല പൊട്ടിക്കുന്ന സംഘങ്ങൾ വരെയും നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇങ്ങനെ കവർച്ചാ പരമ്പര ലക്ഷ്യമിട്ട് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലെത്തിയ ഉത്തരേന്ത്യൻ സംഘം ഒരൊറ്റ ദിവസം നഗരത്തെ മുൾമുനയിൽ നിർത്തി. പുലർച്ചെ ട്രെയിനിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് പിന്നീട് മോഷണ പരമ്പര നടത്തിയ സംഘത്തെ എങ്ങനെയാണ് പോലീസ് പിടികൂടിയത്? ഇതോടൊപ്പം മലപ്പുറത്ത് ഭാര്യയെ അറവുശാലയിലെത്തിച്ച് കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതിക്ക് തൂക്കുകയർ വിധിച്ച കേസും ഉൾപ്പെടെ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ നാട്ടിൽ അറവുശാല നടത്തുന്ന കശാപ്പുകാർ ചോര കണ്ട് അറപ്പു മാറിയവരാണ്. പോത്തും കാളയുമൊക്കെ പിടഞ്ഞ് ചാകുന്നത് കണ്ടാലും അവരുടെ ഉള്ളു പിടയാറില്ല. ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലുന്ന ലാഘവത്തോടെ സ്വന്തം ഭാര്യയെ അറവുശാലയിൽ വെച്ച് കഴുത്തറുത്ത് കൊന്ന സംഭവം മലപ്പുറം പരപ്പനങ്ങാടിയിലെ നാട്ടുകാർക്ക് ഭയപ്പെടുത്തുന്ന ഓർമ്മയാണ്. 2017 ജൂലൈയിലാണ് സംശയത്തെ തുടർന്ന് പരപ്പനങ്ങാടി സ്വദേശി നജ്മുദ്ദീൻ ഭാര്യ റഹീനയെ ക്രൂരമായി വകവരുത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് കോടതി തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. പ്രതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ജൂലൈ 23 കേസിനാസ്പദമായ സംഭവം. ജോലിയിൽ സഹായിക്കാനെന്ന വ്യാജേന നജ്മുദ്ദീൻ ഭാര്യ റഹീനയെ തന്റെ അറവുശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നേരത്തെ കരുതി വെച്ച കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2 വിവാഹം കഴിച്ച പ്രതിയുടെ ആദ്യ ഭാര്യയാണ് റഹീന. ഭാര്യയോടുള്ള സംശയമാണ് കൊലയിലേക്ക് നയിച്ചത്. താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് മഞ്ചേരി 2ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അത് റഹീനയുടെ മകനും ഉമ്മയ്ക്കും നൽകാനും കോടതി നിർദ്ദേശിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP ഷാജി കോടതിയിൽ ഹാജരായി. സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം കൊട്ടാരക്കരയിലെ വിളക്കുടിയിൽ ഗുണ്ടാ കുടിപ്പകയിൽ നടന്ന കൊലപാതകം ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയതാണ്. വിളക്കുടി സ്വദേശി റിയാസിനെ 2 വർഷം മുൻപാണ് വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നേരിലെ സ്വദേശി ഷിഹാബുദ്ദീൻ 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതിയുടെ ഉത്തരവ്. മുൻ വൈരാഗ്യവും ഇറച്ചി സ്റ്റാൾ ലേലത്തിൽ പിടിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കവുമായിരുന്നു കൊലയ്ക്ക് കാരണം. വിളക്കുടി റിയാസ് കൊലക്കേസ് പ്രതി മേലില കാഞ്ഞിരത്തുംമൂട് സ്വദേശി 44-കാരൻ ഷിഹാബുദ്ദീനെ ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കുമാണ് ശിക്ഷിച്ചത്. 2023 ഫെബ്രുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബൈക്കിൽ വരികയായിരുന്ന റിയാസിനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് കുന്നിക്കോട് വെച്ച് പ്രതി തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊല്ലപ്പെട്ട റിയാസും കൂട്ടുകാരും ചേർന്ന് ഷിഹാബുദ്ദീന്റെ വീട്ടിലെത്തി കുടുംബത്തെ ആക്രമിച്ചിരുന്നു. ഇതിലുള്ള വിരോധവും പ്രതിയുടെ അനുജനും റിയാസും തമ്മിൽ വിളക്കുടി പഞ്ചായത്തിലെ ഇറച്ചി സ്റ്റാൾ ലേലത്തിൽ പിടിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കവുമെല്ലാം
കൊലപാതകത്തിന് കാരണമായി. കുന്നിക്കോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 5 തൊണ്ടിമുതലുകളും 31 തെളിവുകളും 20 സാക്ഷിമൊഴികളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ജയ കമലാസനനും സഹായിയായി സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാറും ഹാജരായി. ന്യൂസ് 18 കൊട്ടാരക്കര. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ ലൈംഗിക ചൂഷണങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണെന്ന വിമർശനം ചിലപ്പോൾ ഉയരാറുണ്ട്. ഒരുപക്ഷെ ജീവപര്യന്തം തടവ് ലഭിച്ചാൽ പോലും ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പ്രതികൾ പുറത്തിറങ്ങാം. വീണ്ടും ഇതുപോലെ കുഞ്ഞുങ്ങളെ അവർ പീഡിപ്പിക്കാം. എന്നാൽ കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഒരു പോക്സോ കേസിൽ വിധിച്ച ശിക്ഷ മാതൃകാപരമാണ്. പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 167 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ചെങ്കള സ്വദേശി ഉക്കംപെട്ടി ഉസ്മാൻ 5.5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് ഉത്തരവിലുണ്ട്. 2021 നടന്ന സംഭവത്തിലാണ് ശിക്ഷാവിധി. പഴംപൊരിയും ചായയും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 14-കാരിയെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ വെച്ച് പീഡിപ്പിച്ച കേസിലാണ് വിധി. പ്രതി ചെങ്കള ഉക്കംപെട്ടി പാണലത്തെ ഉസ്മാൻ എന്ന ഉക്കംപെട്ടി ഉസ്മാനെ 167 വർഷം കഠിന തടവിനും 5.5 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 22 മാസം അധിക കഠിന തടവും അനുഭവിക്കണം. മധൂർ ഉളിയത്തടുക്ക സ്വദേശിനിയായ പെൺകുട്ടിയെ 2021 ജൂൺ 25-നും മുൻപുള്ള പല ദിവസങ്ങളിലും പീഡിപ്പിച്ചതായാണ് പരാതി. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ പ്രലോഭിപ്പിച്ച് പ്രതി ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ചെർക്കള ബേവിഞ്ചയിലെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയായിരുന്നു പീഡനം. കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനുവാണ് ശിക്ഷ വിധിച്ചത്. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തതും കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന സി ഭാനുമതിയാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം രാവിലെ കേരളത്തിലെത്തി വൈകിട്ട് പണി പൂർത്തിയാക്കി മടക്കം. ഇങ്ങനെ മഴയുടെ മറവിൽ മോഷണം നടത്താൻ ലക്ഷ്യമിട്ടാണ് ഉത്തരേന്ത്യൻ കവർച്ചാ സംഘത്തിൽപ്പെട്ട ആരിഫും ഫൈസലും ആലുവയിലെത്തിയത്. ഇതിനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് ചെങ്ങമനാട് നെടുമ്പാശ്ശേരിയിലും മേക്കാടുമെല്ലാം കറങ്ങി. അങ്ങനെ ഒരു പകൽ മുഴുവൻ നാടിനെ മുൾമുനയിൽ നിർത്തി വഴിനീളെ കവർച്ചാ പരമ്പര. രാത്രിയോടെ മോഷണം മുതലുമായി നാട് വിടാനായിരുന്നു 2-അംഗ സംഘത്തിൻ്റെ നീക്കം. എന്നാൽ കേരള പോലീസിനെ വെട്ടിച്ച് അവർക്ക് എവിടെ വരാൻ പോകാൻ കഴിയും? മോഷണ പരമ്പരയെക്കുറിച്ചറിഞ്ഞ ആലുവ SP-യുടെ സ്ക്വാഡ് കവർച്ചാ സംഘത്തെ പിടികൂടാൻ നിരത്തിലിറങ്ങി. ഒടുവിൽ നാടിനെ വിറപ്പിച്ച കള്ളന്മാർ കുടുങ്ങിയത് ഇങ്ങനെയാണ്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഡൽഹിയിൽ നിന്നുള്ള കവർച്ചാ സംഘം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത ഒരു ബൈക്ക് മോഷ്ടിച്ച് കമ്പനിപ്പടിയിലെത്തി. അവിടെ നിന്ന് യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് ചെങ്ങമനാട് ഭാഗത്തേക്ക് കടന്നു. ഇവിടെ നിന്നും പാലപ്രശ്ശേരി, മേക്കാട് എന്നിവിടങ്ങളിൽ മാല മോഷണം. തുടർന്ന് നെടുമ്പാശ്ശേരിയിലെത്തി ഒരു യാത്രക്കാരിയുടെ മാല പൊട്ടിക്കുകയും കവർച്ചാശ്രമം നടത്തുകയും ചെയ്തു. സംഭവം അറിഞ്ഞ ഉടനെ ജില്ലാ പോലീസ് മേധാവി M ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് ടീം നിരത്തിലിറങ്ങി. നിരവധി CCTVകൾ പരിശോധിച്ചു. അതിർത്തികൾ അടച്ച് പരിശോധന നടത്തി. ഊടുവഴികളിലും മറ്റും അന്വേഷണം ഊർജിതമാക്കി. ഒടുവിൽ ആലുവ ഭാഗത്തേക്ക് വരികയായിരുന്ന മോഷ്ടാക്കളെ പിന്തുടർന്ന് തോട്ടക്കാട്ടുകരയിൽ വെച്ച് വളഞ്ഞു പിടികൂടുകയായിരുന്നു.
ഉത്തർപ്രദേശ് ഫത്താപൂർ സ്വദേശി ആരിഫ്, ഡൽഹി വിഹാർ സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ആലുവ പോലീസ് തോട്ടക്കാട്ടുകരയിൽ വെച്ച് പിടികൂടിയത്. പിടികൂടുന്നതിനിടെ കവർച്ചാ സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികളെ റോഡ് വളഞ്ഞ് സാഹസികമായി വാഹനത്തിൽ കയറ്റി. രണ്ടിടങ്ങളിൽ നിന്ന് ഇവർ പൊട്ടിച്ചെടുത്തത് മുക്കുപണ്ടങ്ങളായിരുന്നു. മോഷ്ടാക്കളുടെ ബാഗിൽ നിന്ന് കുരുമുളക് സ്പ്രേ, സ്വർണം തൂക്കുന്ന ത്രാസ്, വാഹനങ്ങൾ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തു. പൊട്ടിച്ച സ്വർണവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡൽഹിയിൽ ഇവർക്കെതിരെ വധശ്രമം, മാല പൊട്ടിക്കൽ തുടങ്ങിയ നിരവധി കേസുകളുണ്ട്. ജയിലിൽ വെച്ചാണ് രണ്ടുപേരും പരിചയപ്പെട്ടത്. രാവിലെ വന്നിറങ്ങി മാലകൾ പൊട്ടിച്ച് രാത്രി തിരിച്ചു പോകാനായിരുന്നു മോഷ്ടാക്കളുടെ പദ്ധതി. ആലുവ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ടി.ആർ. രാജേഷ്, ഇൻസ്പെക്ടർ എം.എം. മഞ്ജുദാസ്, എസ്.ഐമാരായ കെ. നന്ദകുമാർ, എസ്.എസ്. ശ്രീലാൽ, ബി.എം. ചിത്തുജി, സുജോ ജോർജ് ആന്റണി, ടി. അനൂപ്, ആർ. ബിൻസി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ ഇതിനു മുൻപ് കേരളത്തിൽ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നും പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. പോലീസ് യൂണിഫോമും ഷൂസും തൊപ്പിയും 3 സ്റ്റാറും ഒക്കെ ധരിച്ചു വരുന്നത് കണ്ടാൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥയാണെന്നേ കരുതൂ. SP-യുടെ ഓഫീസിന് സമീപമുള്ള പോലീസ് സൊസൈറ്റിയിൽ നിന്ന് യൂണിഫോമും തൊപ്പിയും ഒപ്പിച്ചു. പിന്നെ CI സ്മിത ശ്യാം എന്ന വ്യാജ പേരിൽ നാട്ടിലൊരു കറക്കം. പാലക്കാട് ടൗണിലെ ഹോട്ടൽ ഉടമയായ വനിതയെ CI ആണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് കാറും 5 ലക്ഷം രൂപയും തട്ടിയെടുത്തു. വീണ്ടും തട്ടിപ്പിനിറങ്ങിയതോടെ പോലീസിന്റെ വലയിൽ കുടുങ്ങി. തട്ടിപ്പുകാരി ബിന്ദുവും കൂട്ടാളി ഷാജിയും കൂടുതൽ പേരെ ഇങ്ങനെ കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പിടിയിലായ 2 പേരെയും തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നഗരത്തിലുള്ള ഹോട്ടൽ ഉടമയെ കബളിപ്പിച്ച് കാറും 5 ലക്ഷം രൂപയും തട്ടിയെടുത്ത കേസിലാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ബിന്ദുവിനെയും എറണാകുളം കോടനാട് സ്വദേശി ഷാജിയെയും പോലീസ് പിടികൂടിയത്. CI റാങ്കിലുള്ള യൂണിഫോമിനൊപ്പം ഷൂസും തൊപ്പിയും സ്റ്റാറുമൊക്കെ ധരിച്ചാണ് ഇവർ എത്തുക. ഇങ്ങനെ വിശ്വാസം നേടിയെടുത്ത് തട്ടിപ്പ് നടത്തുകയായിരുന്നു. 2024 ഡിസംബറിലാണ് പോലീസുകാരാണെന്ന് പറഞ്ഞ് ബിന്ദുവും ഷാജിയും ഹോട്ടൽ ഉടമയെ സമീപിച്ചത്. കൂടുതൽ അടുപ്പം കാണിച്ച് പണവും കാറും കൈക്കലാക്കി. പിന്നീടാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഹോട്ടൽ ഉടമ നൽകിയ പരാതിയിൽ പോലീസ് 2 പേരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരും താമസിച്ചുവന്ന തൃശൂരിലും എറണാകുളത്തും നടത്തിയ തെളിവെടുപ്പിൽ കോതമംഗലത്ത് നിന്നും കാർ കണ്ടെടുത്തു. തൃശൂരിൽ താമസിച്ചിരുന്ന ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഒപ്പിട്ട് വാങ്ങിയ 50 മുദ്രപത്രങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു. 5000 മുതൽ 10000 രൂപ വരെ വിലയുള്ള മുദ്രപത്രങ്ങളാണ് കണ്ടെത്തിയത്. കൂടുതൽ പേരെ തട്ടിപ്പിനിരയാക്കാൻ ആളുകളുടെ പക്കലിൽ നിന്ന് മുദ്രപത്രങ്ങൾ ഒപ്പിട്ട് വാങ്ങിയതായിരിക്കാമെന്ന് പോലീസ് കരുതുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ മറ്റ് പല ജില്ലകളിലും തട്ടിപ്പ് നടത്തിയ വിവരം പുറത്തുവന്നത്. എറണാകുളത്ത് മാത്രം 19 ലക്ഷവും 18 ലക്ഷവും വരെ നഷ്ടപ്പെട്ടവർ പരാതിയുമായി എത്തിയെന്ന് സൗത്ത് ക്രൈം വിഭാഗം SI ശ്യാംകുമാർ പറഞ്ഞു. ഇവർക്കെതിരെ പരാതിയുമായി എത്തുന്ന സംഭവങ്ങളിൽ കേസെടുക്കുമെന്ന് മറ്റു ജില്ലകളിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പരാതികളെത്താൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. CI റാങ്കിലുള്ള യൂണിഫോമിനൊപ്പം ധരിക്കേണ്ട ഷൂസും തൊപ്പിയും സ്റ്റാറും വാങ്ങുന്നതിന് ബിന്ദുവും ഷാജിയും സമീപിച്ചത് ജില്ലാ പോലീസ് കാര്യാലയത്തിന് സമീപമുള്ള പോലീസ് സൊസൈറ്റിയെയാണ്. തന്റെ സഹോദരൻ പോലീസിലാണെന്ന് പറഞ്ഞാണ് ഇവർ സാധനങ്ങൾ വാങ്ങാനെത്തിയത്. ബിന്ദുവിന്റെ അളവിൽ ഷൂസ് എടുക്കുന്നത് കണ്ട് സംശയം തോന്നി ചോദിച്ചപ്പോൾ തന്റെ കാലിന് അളവ് തന്നെയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്നും ജീവനക്കാർ പോലീസിന് വിവരം നൽകി. ന്യൂസ് 18 പാലക്കാട്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് കൊല്ലും കൊലയും നാട്ടിലിപ്പോൾ നിത്യസംഭവമാണ്.
തിരുവനന്തപുരം അരുവിക്കരയിൽ ബൈക്ക് യാത്രികരായ യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പഴയൊരു കുടിപ്പകയുടെ പേരിലാണ്. നെടുമങ്ങാട് സ്വദേശികളായ ബിനുവിനും രാജീവിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരുവിക്കര പോലീസിന്റെ പിടിയിലായ സംഘം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഈ മാസം 21-ന് അരുവിക്കര ഇരുമ്പ ജംഗ്ഷന് സമീപം ബൈക്ക് യാത്രികരായ 2 പേരെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ സ്വദേശികളായ കിരൺ വിജയ്, അഭിലാഷ് എന്ന കിൻഡർ അപ്പു, അരുൺകുമാർ, മണ്ണറക്കോണം സ്വദേശി സുജിത്ത എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. നെടുമങ്ങാട് നിന്ന് വട്ടിയൂർക്കാവ് ഭാഗത്തേക്ക് വരികയായിരുന്ന ബിനു, രാജീവ് എന്നിവരെയാണ് സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. വൈരാഗ്യമാണ് ആക്രമണത്തിന്റെ പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിനുവും രാജീവും ചികിത്സയിലാണ്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അരുൺ KSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നടൻ ഉണ്ണി മുകുന്ദനെതിരായ പരാതിക്കും കേസിനും പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? നടൻ കണ്ണടയെറിഞ്ഞ് പൊട്ടിക്കുന്നതിൻ്റെയും മാനേജരെ മർദ്ദിക്കുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടും കേസെടുക്കുന്നതിനപ്പുറം എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ ഗൂഢാലോചന ആരോപിച്ച ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. തനിക്ക് വധഭീഷണി ഉണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുൻ മാനേജർ വിപിൻ കുമാറിന്റെ തീരുമാനം. ഉണ്ണിമുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ കോടതി പരിഗണിക്കാനിരിക്കെയാണ് പരാതി. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഉണ്ണിമുകുന്ദൻ പരാതി നൽകിയത്. നീതി തേടി DGPക്കും ADGPക്കും പരാതി നൽകിയതായും സത്യം പുറത്തുവരുമെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. സിനിമയിലെ തന്റെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ചിലർ വിപിനെ ഉപയോഗിച്ച് ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വിപിൻ കുമാറിന്റെ തീരുമാനം. അതിനിടെ പ്രശ്നപരിഹാരത്തിനായി ജൂൺ 2-ന് ഇരുവരോടും താരസംഘടനയായ അമ്മയുടെ ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകി. ഫെഫ്ക പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. ടൊവിനോ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിൽ പ്രകോപിതനായി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്നാണ് മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതി. ന്യൂസ് 18 കൊച്ചി. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയായി കഴിയുന്ന അസം സ്വദേശിയുടെ മൊബൈൽ ഫോണിൽ 32 പാകിസ്ഥാൻ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചിൻ റിഫൈനറി ഉൾപ്പെടുന്ന ചിത്രങ്ങൾ. കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പരാതി പറയാൻ എത്തിയപ്പോൾ സംശയം തോന്നിയ പോലീസ് മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരൻ തന്നെ കുടുങ്ങിയത്. ഫോണിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തിയതിനാൽ ഇയാൾക്കെതിരെ പോക്സോ കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ പോലീസ് പിടികൂടിയ അസം സ്വദേശി മുബാറക് ഹുസൈൻ്റെ വിവരങ്ങൾ ATSഉം IBയും അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്ക് പാക് ബന്ധമുണ്ടോയെന്നും എന്തിനാണ് കേരളത്തിലെത്തിയതെന്നും പരിശോധിക്കുകയാണ്.
വാടക വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി പണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം 5 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അസം സ്വദേശിയായ മുഹമ്മദ് മുബാറക് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി പോക്കറ്റിലുണ്ടായിരുന്ന 37,000 രൂപ കവർന്നുവെന്നായിരുന്നു കേസ്. ബുധനാഴ്ച വൈകിട്ടാണ് തന്റെ പണം കവർന്നുവെന്ന പരാതിയുമായി ഇയാൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇതിനിടെ സംശയം തോന്നിയതിനെ തുടർന്ന് പരാതിക്കാരന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. പാകിസ്ഥാനിലെ മൊബൈൽ നമ്പറുകൾ ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വീഡിയോ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തതായി ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കണ്ടെത്തി. 2 മാസം മുൻപാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഫോൺ നമ്പറാണ് ഇതിന്റെ അഡ്മിൻ. ഇയാളുടെ മറ്റ് 5 വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അശ്ലീല വീഡിയോകൾ കൈമാറുന്നതാണ്. ഇതിൽ പലരുമായും ദൃശ്യങ്ങൾ കൈമാറിയതായും വ്യക്തമായി. ഫോണിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ധാരാളം അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തി. ഇതിനെ തുടർന്ന് മുബാറക്കിനെതിരെ പോക്സോ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾ ഇതര സംസ്ഥാനക്കാർക്കിടയിലെ അനാശാസ്യ ഇടപാടുകളുടെയും ചീട്ടുകളി സംഘങ്ങളുടെയും ഏജന്റാണെന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഇതിനുവേണ്ടിയാണോ പാകിസ്ഥാനികൾ അടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നതെന്ന സംശയവും പോലീസിനുണ്ട്. ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്നറിയാൻ ATS, IB എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പതിനൊന്ന് വർഷം മുൻപ് കേരളത്തിലെത്തിയ ഇയാൾ 3 വർഷമായി പോഞ്ഞാശ്ശേരിയിലാണ് താമസം. പോഞ്ഞാശ്ശേരി സ്വദേശി അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് പ്രതി വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ പ്രതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ചീട്ടുകളി കേന്ദ്രത്തിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം 5 സംഘം അതിക്രമിച്ചു കയറി പണം തട്ടിയെടുത്തത്. അസം സ്വദേശിയുടെ ഫോൺ തട്ടിയെടുത്ത കേസിൽ വെങ്ങോല സ്വദേശികളായ റിൻഷാദ്, സലാഹുദ്ദീൻ, ബേസിൽ, അനു, മുഹമ്മദ് സലീം എന്നിവരെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിൻഷാദ് മയക്കുമരുന്ന് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ്. ന്യൂസ് 18 കൊച്ചി. ഒരു മാസത്തിനിടെ നടന്ന 3 കൊലപാതകങ്ങളുടെ നടുക്കത്തിലാണ് മംഗളൂരു നഗരം. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മെയ് 1 ബജറംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇതിനിടെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹ്മാനെ വധിച്ച കേസ്. അബ്ദുൾ റഹ്മാന്റെ കൊലപാതകത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബെൻഡുവാളിലെ കാലപ്പാടിയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. മംഗളൂരുവിലെ വർഗീയ സംഘർഷവും കലാപങ്ങളും തടയാൻ പോലീസ് പ്രത്യേക ദൗത്യ സംഘത്തിന് രൂപം നൽകി. ബണ്ട്വാളിൽ പിക്കപ്പ് ഡ്രൈവറായ അബ്ദുൾ റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബണ്ട്വാൾ കുരിയാല സ്വദേശി ദീപക്, ശിവജി നഗർ സ്വദേശികളായ പൃഥ്വിരാജ്, ചിന്തൻ എന്നിവരെയാണ് കല്ലികെ കാനപ്പാടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കൊലട്ടുമജില് സ്വദേശി അബ്ദുൾ റഹ്മാനെ ഇരക്കോടിയിൽ വെച്ച് ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. അബ്ദുൾ റഹ്മാനും സഹായി കലന്തർ ഷാഫിയും വാഹനത്തിൽ നിന്ന് മണലിറക്കുന്നതിനിടെ എത്തിയ സംഘം അബ്ദുൾ റഹ്മാനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച കലന്തർ ഷാഫിയെയും സംഘം ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ മംഗളൂരുവിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 15 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടയിൽ മംഗളൂരുവിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും തടയാൻ പ്രത്യേക ദൗത്യ സംഘത്തെ രൂപീകരിച്ചു. നക്സൽ വിരുദ്ധ സേനയിലുണ്ടായിരുന്ന DIG ഉൾപ്പെടെ 248 അംഗ സംഘം ദക്ഷിണ കന്നഡ, ഉടുപ്പി, ഷിമോഗ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുക. വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചുൾപ്പെടെ സംഘം വിവരങ്ങൾ ശേഖരിക്കും. അക്രമം തടയാൻ മുൻകരുതലെടുക്കുകയും ചെയ്യും. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ മെയ് 1 ബജറംഗ് ദൾ നേതാവും കൊലക്കേസിലെ പ്രതിയുമായ സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് വീണ്ടും കൊലപാതകം നടന്നത്. ക്രമസമാധാന തകർച്ചയെ തുടർന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ, ദക്ഷിണ കന്നഡ SP എന്നിവരെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന് പകരം സുധീർ റെഡ്ഡിയാണ് പുതിയ കമ്മീഷണർ. ദക്ഷിണ കന്നഡ SP N നിതീഷിനെ ഉടുപ്പിയിലേക്കാണ് സ്ഥലം മാറ്റിയത്.
പുതിയ SP ആയി അരുൺകുമാർ ചുമതലയേറ്റു. ന്യൂസ് 18 മംഗളൂരു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അന്വേഷണ സംഘം ആശങ്കയിലാണ്. ജയിലിൽ ആത്മഹത്യാശ്രമം നടത്തി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നത് വിചാരണ നടപടികൾ ഉൾപ്പെടെ ബാധിച്ചേക്കാം. മരുന്നുകളോട് നേരിയ പ്രതികരണമേ ഉള്ളൂവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊല്ലുകയും അമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കൊലപാതകങ്ങൾ നടന്നത്. കടബാധ്യത രൂക്ഷമായപ്പോൾ കൂട്ടാത്മഹത്യ ചെയ്യാൻ കുടുംബം തീരുമാനിച്ചിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് പിന്മാറിയതോടെ സാമ്പത്തികമായി സഹായിക്കാതിരുന്നവരെ കൊലപ്പെടുത്താൻ അഫാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് കുറ്റപത്രങ്ങളിൽ സൂചിപ്പിക്കുന്നത്. കൂട്ടക്കൊലപാതകം 3 കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആദ്യ കേസ് പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതാണ്. പാങ്ങോട് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി 89-ാം ദിവസം ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അഫാന്റെ ദൂർത്തും വഴിവിട്ട ജീവിതവും സൽമാ ബീവി എതിർത്തിരുന്നു. കഴുത്തിൽ കിടന്ന സ്വർണമാല അഫാൻ ആവശ്യപ്പെട്ടുവെങ്കിലും നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് 450 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. അഫാന്റെ പിതൃസഹോദരൻ പുല്ലമ്പാറ SN പുരം സ്വദേശി ലത്തീഫ്, ഭാര്യ സാദിജ ബീവി എന്നിവരെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയ കേസിലാണ് 2ാമത്തെ കുറ്റപത്രം. പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിലെ വൈരാഗ്യവും വീട് വിറ്റ് കടം വീട്ടാൻ ആവശ്യപ്പെട്ടതുമാണ് പിതൃസഹോദരനെ കൊന്നതിന് കാരണം. കൊലപാതകം, അതിക്രമിച്ചു കയറൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അഫാനെതിരെ ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. 600 പേജുള്ള കുറ്റപത്രത്തിൽ 360 സാക്ഷികളാണുള്ളത്. സ്വന്തം വീട്ടിൽ വെച്ച് ഇളയ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ അവസാനത്തെ കുറ്റപത്രം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചു. അമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. നെടുമങ്ങാട് സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 800 പേജുള്ള കുറ്റപത്രത്തിൽ 140 സാക്ഷികളെയും 180 തൊണ്ടിമുതലുകളുടെ വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ നിലയിൽ പുരോഗതിയില്ല. മരുന്നുകളോട് നേരിയ പ്രതികരണമേയുള്ളൂ. MRI സ്കാൻ അടക്കമുള്ള പരിശോധനകൾ നടത്തി സ്ഥിതി വിലയിരുത്തുകയാണെന്ന് അധികൃതർ അറിയിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്നതിൽ ബിരുദനാണ് കൊറ്റങ്കര സ്വദേശി ബിജു. പള്ളിയിൽ നിന്ന് പണവുമായി നാടുവിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒളിവിൽ താമസിക്കുന്നതാണ് ഇയാളുടെ രീതി. കയ്യിലെ കാശു തീർന്നാൽ പിന്നെ നാട്ടിൽ വീണ്ടും മോഷ്ടിക്കാനെത്തും. ഇത്തവണ വീണ്ടും കവർച്ചയ്ക്കായി വരുന്നതിനിടെ ബിജുവിനെ പോലീസ് പൊക്കി. കൊട്ടാരക്കര കൽച്ചിറപ്പള്ളി കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലാണ് അറസ്റ്റ്. 200-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്.
എഴുകോൺ കൽച്ചിറപ്പള്ളി കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലാണ് കൊറ്റങ്കര സ്വദേശി ബിജു ജോർജ് അറസ്റ്റിലായത്. സമീപ പ്രദേശങ്ങളിലെ 200-ൽ പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. അടുത്തിടെ കൽച്ചിറപ്പള്ളിയിലെത്തിയ മോഷ്ടാവ് പൂട്ട് കുത്തി തുറന്ന് ഓഫീസിലുണ്ടായിരുന്ന 20,000 രൂപയുടെ മൊബൈൽ ഫോണും 30,000 രൂപയും 2 ഗ്രാമിന്റെ സ്വർണ്ണ ലോക്കറ്റും മോഷ്ടിച്ച് കടക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ ഡൽഹി, മുംബൈ, മധുര, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ കറങ്ങിയ ശേഷം നാട്ടിലേക്കുള്ള യാത്രയിലാണ് പോലീസ് പിടിയിലായത്. സമീപ പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയതും ബിജു ജോർജ് ആണെന്ന് പോലീസ് കണ്ടെത്തി. നെയ്യാറ്റിൻകര സബ് ജയിലിൽ മോഷണക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ബിജു പുറത്തിറങ്ങിയതിനു ശേഷം ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും മോഷണം തുടർന്നതെന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ച സംഭവത്തിൽ വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെ കേസെടുത്തതിൽ വിവാദം. കോതമംഗലം രൂപതാ വികാരി ജനറാളിനും ഇടവ വികാരിക്കുമെതിരെ വനംവകുപ്പാണ് കേസെടുത്തത്. കുരിശ് സ്ഥാപിച്ചതിനും ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്തി വനംവകുപ്പിൻ്റെ ഭൂമിയിൽ പ്രവേശിച്ചതുമായിരുന്നു നടപടി. കേസിൽ ഉൾപ്പെട്ട 18ഓളം പേർക്ക് വനംവകുപ്പ് നോട്ടീസും അയക്കാൻ തുടങ്ങി. സംഭവത്തിൽ പ്രതിഷേധവുമായി വിശ്വാസികളും ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് നാരങ്ങാനത്ത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിച്ചത്. പിറ്റേ ദിവസം തന്നെ കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കുകയും ചെയ്തു. കുരിശ് സ്ഥാപിച്ച സ്ഥലം കൈവശഭൂമിയാണെന്നാണ് പ്രദേശവാസികളുടെ വാദം. എന്നാൽ വനഭൂമിയാണെന്ന് വനം വകുപ്പും പറയുന്നു. കുരിശ് പൊളിച്ച വനം വകുപ്പിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് ഇടവക വിശ്വാസികൾ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ഈ സ്ഥലത്തേക്ക് കുരിശിന്റെ വഴിയും സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വനം വകുപ്പ് കേസെടുത്തത്. കോതമംഗലം രൂപത വികാരി ജനറൽ വിൻസെന്റ് നെടുങ്ങാട്ട്, ചാൻസലർ ജോസ് കുളത്തൂർ, തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വനം വകുപ്പിന്റെ ഭൂമിയിൽ പ്രവേശിച്ചതിനും കുരിശ് സ്ഥാപിച്ചതിനുമാണ് കേസ്. കേസിൽ ഉൾപ്പെട്ടവർക്ക് വനം വകുപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങി. വനം വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വനം വകുപ്പ് അവകാശപ്പെടുന്നത് വനഭൂമിയാണെന്ന്. എന്നാൽ വർഷങ്ങളായിട്ട്, ഏതാണ്ട് 6 പതിറ്റാണ്ടായിട്ട് ഇവിടെയുള്ള കർഷകർ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് രേഖകളുണ്ട്. അതുകൊണ്ട് അത്രയും ഉറപ്പുള്ള സ്ഥലത്താണ് ഈ പള്ളി കുരിശ് സ്ഥാപിച്ചത്. അപ്പോൾ അതിനെതിരെയാണ് വനം വകുപ്പ് അന്യായമായ കേസെടുത്തിരിക്കുന്നത്. വണ്ണപ്പുറം വില്ലേജ് ഓഫീസർ ഈ സ്ഥലത്തിൻ്റെ നിജസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് റേഞ്ച് ഓഫീസർ കൊടുക്കുകയുണ്ടായി. അത് കോതമംഗലത്ത് വെച്ചൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് അതിന് രേഖയായിട്ട്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കണക്കാണ് കൊടുത്തത്. 4005 ഏക്കർ ഭൂമി വനഭൂമിയാണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ്. അത് അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പള്ളി വികാരി ഉൾപ്പെടെ 18ഓളം പേർക്കെതിരെയാണ് കേസ്. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കുരിശിന്റെ വഴി നടത്തി വനം വകുപ്പിന്റെ ഭൂമിയിൽ പ്രവേശിച്ചതിനാണ് രണ്ടാമത്തെ കേസ്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രദേശവാസികൾ, പള്ളിയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർക്കെതിരെയും കേസുണ്ട്. ബീറ്റ് ഫോറസ്റ്റർമാർ വഴിയാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നോട്ടീസ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് നോട്ടീസ് നൽകാനാണ് വനംവകുപ്പിന്റെ ശ്രമമെന്നും ആരോപണമുണ്ട്. പ്രദേശത്തെ ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കാനുള്ള ഗൂഢശ്രമമാണിതെന്ന് തൊമ്മൻകുത്ത് ജാഗ്രതാ സമിതി ആരോപിച്ചു. വനംവകുപ്പ് പ്രദേശത്ത് അന്ന് ആ കുരിശിന്റെ വഴി പോയ വിഷയത്തിലും വികാരി ജനറൽ ഉൾപ്പെടെയുള്ള വൈദികരുടെയും വിശ്വാസികളുടെയും പേരിൽ ഈ കേസെടുത്തിരിക്കുന്ന നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. കാരണം തൊടുപുഴ തഹസീൽദാർ വ്യക്തമായി പറഞ്ഞത് വനഭൂമിയല്ല, അത് കർഷകരുടെ കൈവശത്തുള്ള ഭൂമിയാണ് എന്ന് വ്യക്തമായി ഡെപ്യൂട്ടി തഹസീൽദാർ ഡെപ്യൂട്ടി കളക്ടർക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കളക്ടർക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും, അപ്പോൾ ആ വിഷയം ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ സർക്കാർ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാളിയാർ വില്ലേജ് ഓഫീസർ അനാവശ്യമായ ഒരു പിടിവാശിയുമായിട്ടാണ് അദ്ദേഹം ഈ കടന്നിരിക്കുന്നത്. അത് തികച്ചും ഒരു തരത്തിലും അനുവദനീയമാണ്. കാരണം വനംവകുപ്പിനെ ജണ്ടായിക്ക് വെളിയിൽ നിർത്തി കർഷകരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറാനുള്ള നടപടി
നടപടി സർക്കാരിന്റെ ഭാഗത്ത് എത്രയും പെട്ടെന്ന് ഉണ്ടായാൽ മതിയാവും. ന്യൂസ് 18 ഇടുക്കി. നിയന്ത്രണം വിട്ട ലിഫ്റ്റ് അതിവേഗത്തിൽ മുകളിലേക്ക് പോയി മേൽക്കൂരയിലിടിച്ച് ജ്വല്ലറി ഉടമ മരിച്ച സംഭവത്തിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഇത് കണ്ടെത്താൻ ഇടുക്കി ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്ഥാപനത്തിലെത്തി ലിഫ്റ്റ് പരിശോധിച്ചു. നിലച്ച ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പിഴവാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനി പ്രതിനിധികളെയും ടെക്നീഷ്യന്മാരെയും വിളിച്ചു വരുത്തിയായിരുന്നു പരിശോധന. അതിനിടെ സംഭവത്തിൽ കട്ടപ്പന പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ലിഫ്റ്റ് അപകടത്തിൽപ്പെട്ട് കട്ടപ്പന പവിത്ര ഗോൾഡ് ജുവലറി മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് മരിച്ചത്. സണ്ണി ലിഫ്റ്റിൽ സഞ്ചരിക്കുമ്പോൾ വൈദ്യുതി നിലച്ച് ലിഫ്റ്റ് നിൽക്കുകയായിരുന്നു. തുടർന്ന് ലിഫ്റ്റ് കമ്പനി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജുവലറി ജീവനക്കാർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അമിത വേഗത്തിൽ മുകളിലേക്ക് പോയി അപകടമുണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തൽ. അപകട കാരണം കണ്ടെത്താനാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തിയത്. ഈ ലിഫ്റ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം കണ്ടിട്ട് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. അതിൽ നമുക്ക് കാണുന്നത് ഒരു ലിഫ്റ്റിൽ മാനുവൽ റെസ്ക്യൂ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടായൊരു ഫോൾട്ടാണ്, അത് ചെയ്തതിലുണ്ടായൊരു പിഴവാണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം കഴിഞ്ഞാലാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഒരു ബ്രേക്ക് റിലീസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഈ കൗണ്ടർ വെയ്റ്റിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഈ കാർ മുകളിലേക്ക് പോവും, കൗണ്ടർ വെയ്റ്റ് താഴേക്ക് വരും. അതാണ് മുകളിലേക്ക് വന്നത്. ഇതിൽ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കണം. ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചതെന്നുള്ളത് എല്ലാവരെയും ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ കണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഫുൾ ഒരു ഇതിലേക്ക് അറിയാൻ വ്യക്തമായിട്ടൊരു ഡീറ്റെയിൽ കിട്ടും. ടെക്നീഷ്യനുമായി വീഡിയോ കോളിൽ സംസാരിച്ചാണ് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചത്. കെട്ടിടം ഉൾപ്പെടെ കുലുങ്ങുന്ന രീതിയിലാണ് ലിഫ്റ്റ് 4ാം നിലയുടെ മുകളിൽ ഇടിച്ചു നിന്നത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ പുറത്തെടുത്തത്. നട്ടലിലൊടിഞ്ഞതും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതുമാണ് മരണത്തിന് കാരണമായത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് പുറമെ ലിഫ്റ്റ് കമ്പനിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാത്തതിൽ ദുരൂഹത. അപകടകരമായ കാർഗോ എന്നാണ് സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി വഴി ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞത്. കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ രാസവസ്തുക്കൾ ഉണ്ടെന്നും ഉപയോഗശൂന്യമായ എണ്ണയുണ്ട് എന്നെല്ലാമുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കപ്പലിലുണ്ടായിരുന്നത് എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങളുണ്ട്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ എന്ന കപ്പലിൽ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത്. ഇതിൽ 600 കോടി രൂപയിലേറെ മൂല്യമുള്ള വിവിധയിനം ചരക്കുകൾ ഉണ്ടായിരുന്നതായാണ് സൂചന. തുറമുഖത്തെത്തുന്ന എല്ലാ ചരക്കുകളുടെയും വിശദാംശങ്ങൾ തുറമുഖ അധികൃതരും കസ്റ്റംസ് അധികൃതരും അറിഞ്ഞിരിക്കണമെന്നാണ് വ്യവസ്ഥ. തുറമുഖത്ത് ഇറക്കേണ്ട ചരക്കല്ലെങ്കിലും തുറമുഖത്തെത്തുന്ന കപ്പലിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാനുള്ള അവകാശം കസ്റ്റംസിനുണ്ട്. കണ്ടെയ്നർ മാനിഫെസ്റ്റിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി നൽകണം. ഇത് പരിശോധിച്ചാൽ ചരക്ക് സംബന്ധിച്ച് വ്യക്തത വരുമെന്നിരിക്കെ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒരാഴ്ചയാകുമ്പോഴും അവ്യക്തത തുടരുകയാണ്.
200 നോട്ടിക്കൽ മൈൽ പരിധിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കോസ്റ്റൽ പോലീസിന് കേസെടുക്കാൻ കഴിയും. കേരള ലക്ഷദ്വീപ് തീരമേഖലയിലെ ഇക്കണോമിക് സോണുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളിൽ കേസെടുക്കാനുള്ള ചുമതല ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന വിധം കണ്ടെയ്നറുകളും ചരക്കുകളും തീരത്തടിഞ്ഞ സാഹചര്യത്തിൽ കേരള പോലീസിനും കേസെടുക്കാൻ സാധിക്കും. നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ തുടങ്ങണമെങ്കിലും സംഭവത്തിൽ FIR രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം തേടിയതിനപ്പുറം നടപടികളിലേക്ക് പോലീസോ കോസ്റ്റൽ പോലീസോ കടന്നിട്ടില്ല. കപ്പലുകൾ വഴിയുള്ള മലിനീകരണം തടയാനുള്ള രാജ്യാന്തര ധാരണയുടെ അടിസ്ഥാനത്തിലും ഇന്ത്യൻ മർച്ചന്റ് ഷിപ്പിംഗ് നിയമം, ഇന്ത്യൻ പോർട്സ് നിയമം എന്നിവ പ്രകാരവും നടപടിയെടുക്കാം. അപകടകരമായ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച രാജ്യാന്തര മാരിടൈം ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ചകളും പരിശോധിച്ചിട്ടില്ല. കൊല്ലം ശക്തികുളങ്ങരയിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതിനിടെ തീ പടർന്നതും പ്രദേശമാകെ കറുത്ത പുക വ്യാപിച്ചതും ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. അപകടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം മത്സ്യത്തൊഴിലാളികളെയും തീരവാസികളെയും കടലിലെ ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കാം. എന്നാൽ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് അധികൃതരുടെ ശ്രമം. അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തെല്ലാമായിരുന്നു എന്ന വിവരം കസ്റ്റംസ് നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൈമാറിയിട്ടുണ്ട്. ഇത് പുറത്തുവിട്ടാൽ ജനങ്ങളുടെ ആശങ്ക അവസാനിപ്പിക്കാൻ കഴിയും. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. റാപ്പർ വേടനെതിരെ പരാമർശം നടത്തിയ കേസിൽ കേസരി മുഖ്യപത്രാധിപർ NR മധുവിന് സ്റ്റേഷൻ ജാമ്യം. കൊല്ലം കിഴക്കേക്കല്ലട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് NR മധുവിന്റെ മൊഴി രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചത്. എറണാകുളം കുട്ടമ്പുഴയിൽ വധശ്രമക്കേസിലെ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. ചേലാട് സ്വദേശി സുബ്രഹ്മണ്യനെയാണ് കുട്ടമ്പുഴ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. പൂതത്താൻകെട്ട് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയം മാത്യൂസ് എന്നയാളെ കൊല്ലാൻ ശ്രമിച്ചതായാണ് കേസ്. വിജിലൻസ് എത്തിയപ്പോൾ കള്ളപ്പണം അപ്പാർട്ട്മെന്റിലെ ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞ് ഒഡീഷ ഗ്രാമവികസന വകുപ്പ് ചീഫ് എഞ്ചിനീയർ വൈകുണ്ഠനാഥ് സാരംഗി എന്ന ഉദ്യോഗസ്ഥനാണ് കണക്കിൽപ്പെടാത്ത പണം ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞത്. ഇദ്ദേഹത്തിൽ നിന്ന് 2 കോടിയിലധികം രൂപ കണ്ടെടുത്തതായി ഒഡീഷ വിജിലൻസ് വ്യക്തമാക്കി. നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പല അക്രമ സംഭവങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമൊക്കെ കാരണം വാക്ക് തർക്കങ്ങളാണ്. ചെറിയ തർക്കത്തിൽ നിന്നുണ്ടാകുന്ന വിരോധം മനസ്സിലിട്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ഇത്തരം തർക്കം ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെ പോലും ബാധിക്കാം. ഒരാളോട് തർക്കിച്ച് ജയിക്കുമ്പോൾ ആ സമയം കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. എന്നാൽ ആത്യന്തികമായി അത് നമ്മുടെ പരാജയത്തിലേക്ക് വഴിതെളിക്കും. നമ്മളൊന്ന് തോറ്റുകൊടുത്താൽ ഒത്തിരി മനുഷ്യരെ നേടാൻ കഴിയുമെന്ന്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.